പുനർജനിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെയും CBI അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ. മണപ്പാട്ട് ഫൗണ്ടേഷൻ CEO അമീർ അഹമ്മദിനെതിരെയാണ് അന്വേഷണത്തിന് ശുപാർശ. പുനർജനിക്ക് വേണ്ടി പിരിച്ച പണത്തിന് രേഖകൾ സൂക്ഷിച്ചിട്ടില്ലെന്ന് വിജിലൻസ്. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിൽ പണമെത്തിയത് VD സതീശന്റെ അഭ്യർത്ഥന പ്രകാരമെന്നും വിജിലൻസിന്റെ കണ്ടെത്തൽ. വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് റോഷിപാലും TV പ്രസാദും ചേരുന്നു. റോഷി, TV പ്രസാദ്, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. പുനർജനി കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസ് VD സതീശനെതിരെ നിൽക്കില്ലെന്ന് പറയുമ്പോഴും കൂടുതൽ VD സതീശനെ കുരുക്കിലാക്കിക്കൊണ്ട് ഈ വിജിലൻസ് റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. അതിൽ VD സതീശനെതിരെ മാത്രമല്ല CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്, പകരം മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെയും CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. അതിൽ കുറച്ചുകൂടി ഗുരുതരമായ കാര്യങ്ങൾ പറയുന്നു. FCRA ലംഘനം മാത്രമല്ല, പിരിച്ച പണത്തിന്റെ രസീതോ മറ്റു രേഖകളോ സൂക്ഷിച്ചിട്ടില്ല. അതിൽ ചില ക്രമക്കേടുകൾ നടന്നതായി വിജിലൻസ് സംശയിക്കുന്നുണ്ട് എന്നാണോ റോഷിപാൽ? അരുൺകുമാർ, VD സതീശന്റെ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിന്റെ ഭാഗമാണിപ്പോൾ പുറത്തുവരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിദേശ രാജ്യങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത പണം, അത് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് വന്ന പണം, മണപ്പാട്ട് ഫൗണ്ടേഷൻ അവിടെ സൂക്ഷിച്ച റെസീറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ, ഇത് രണ്ടും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്ന് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തി. വിദേശ നാണ്യ വിനിമയ ചട്ടം അനുസരിച്ചല്ല ഈ പണമൊക്കെ സ്വീകരിച്ചത് എന്ന കണ്ടെത്തലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വിജിലൻസ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നത്. സമാനമായി തന്നെ ഈ ഫൗണ്ടേഷന്റെ ചെയർമാൻ കൂടി അഹമ്മദ് സമീറിനെതിരെ കൂടി അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ രേഖകൾ കൃത്യമായി സൂക്ഷിച്ചിട്ടില്ല എന്നത്. അതിനൊപ്പം തന്നെ VD സതീശന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് വിദേശത്ത് നിന്നും പണം എത്തിയതെന്ന് വിജിലൻസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ആ സ്ഥിരീകരണത്തിന് മാത്രമല്ല, ഈ FCRA ചട്ടങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല. ഈ പണം സ്വീകരിക്കുമ്പോൾ FCRA ചട്ടങ്ങൾ അനുസരിച്ച് ഈ പണം സ്വീകരിച്ചാൽ അതിൻ്റെ രേഖകൾ സൂക്ഷിക്കണം. ആ രേഖകൾ കൃത്യമായി അത് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അത് സൂക്ഷിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട പിഴവ്. അത് ബോധപൂർവമാണെന്ന വിലയിരുത്തലിലേക്കാണ് വിജിലൻസ് എത്തുന്നത്. ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന നിഗമനം കൂടി ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇനി നിർണായക നീക്കം നടത്തേണ്ടത് മുഖ്യമന്ത്രിയാണ്. 2 പേർക്കെതിരെയാണ് ഇപ്പോൾ വിജിലൻസ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഒന്ന്, പറവൂർ MLA ആയിരിക്കെ VD സതീശൻ നടത്തിയ ഈ വിദേശയാത്ര, അവിടെ നടത്തിയ പ്രസംഗമാണ് VD സതീശനെതിരെ വിജിലൻസ് CBI അന്വേഷണത്തിന് ശുപാർശ നൽകാൻ കാരണം. രണ്ടാമത്തേത്, ഈ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ CEOക്കെതിരെയാണ്. CEO ഈ ഘട്ടത്തിൽ ഈ അക്കൗണ്ടിലെ വിവരങ്ങളടക്കം സൂക്ഷിച്ചില്ല എന്നത് വലിയ ക്രമക്കേടാണ് എന്ന് പറയുന്നു. അതിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നു എന്ന നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അങ്ങനെ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട CBIയിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തീരുമാനമെടുക്കേണ്ടത്. ഈ റിപ്പോർട്ട് ഏപ്രിൽ 30, 2025 ആഭ്യന്തര സെക്രട്ടറിയുടെ കൈകളിലേക്ക് എത്തിയത്. ആ റിപ്പോർട്ട് എത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രി ഓഫീസ് ശ്രമിച്ചു. അങ്ങനെ വ്യക്തത വരുത്തിയതിന്റെ ഒരു കത്താണ് ഇന്നലെ പുറത്തു വന്നത്. അതിൽ അഴിമതി നിരോധന നിയമത്തിന്റെ ലംഘനം VD സതീശന്റെ ഭാഗത്ത് ഉണ്ടായില്ലെന്ന് വിലയിരുത്തുന്നു. കാരണം VD സതീശന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടില്ലെന്നാണ് വിജിലൻസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. എന്നാൽ VD സതീശന്റെ നിർദ്ദേശപ്രകാരം മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് വിദേശത്ത് പണം പലതവണയായി പലരും അയച്ചിട്ടുണ്ട് എന്നത് പറയുന്നു. അത് FCRAയുടെ ലംഘനമാണെന്ന് വിജിലൻസ് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം വിശദമായി പരിശോധിക്കാൻ, അത് വിജിലൻസിന്റെ പരിധിക്ക് പുറത്തായതുകൊണ്ട് അത് CBI അന്വേഷിക്കണമെന്ന ശുപാർശ നൽകുന്നത്. ഏതായാലും ഇനിയും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാൻ സാധ്യതയുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കുരുക്ക് മുറുകുന്ന തരത്തിലുള്ള വിജിലൻസിന്റെ റിപ്പോർട്ടുകളുടെ ഭാഗങ്ങളാണ് പുറത്തുവരുന്നത്. അരുൺകുമാർ.